വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് കണ്ടതല്ലേ. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സിറ്റിയായിട്ടുള്ള ന്യൂയോർക്കിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം യുവാവ് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു. ട്രംപിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തള്ളി ഏതാണ്ട് 50% മേളിൽ വോട്ടുകൾ നേടിയാണ് ഈ മംദാനി വിജയിച്ചത്. അതും ഒരു മുസ്ലിം ജയിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള വേട്ടാവളിയന്മാർക്കും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള വേട്ടാവളിയന്മാർക്കാണ് തീരെ കിടക്കപ്പുറതിയില്ലാത്തത്. കാരണം അവിടെയും മുസ്ലിം വൽക്കരണം നടക്കാൻ പോകുന്നു, അവിടെയും തീവ്രവാദികളുടെ കയ്യിലേക്ക് ആ രാജ്യം എത്തിപ്പെട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മംദാനിയെ കുറിച്ചിട്ടുള്ള വാർത്ത വരുമ്പോഴത്തേക്ക് ആരാണ് ഈ മംദാനി എന്നുള്ള അറിയണം അല്ലേ. ഈ മംദാനി ആരാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വംശകനാണ്, അമ്മ പഞ്ചാബുകാരിയാണ്, അച്ഛൻ സുഡാൻകാരനായിട്ടുള്ള ഒരു മുസ്ലിമാണ് കേട്ടോ. പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മംദാനി. അപ്പോൾ മംദാനി എന്നും അധിനിവേശ സേനയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. ഈ ഒരു ഇലക്ഷൻ നേരിടുന്ന സമയത്ത് ട്രംപ് പറഞ്ഞത് ന്യൂയോർക്കിലെ എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു മാറ്റുമെന്നാണ് പറഞ്ഞത്. അതിനെതിരെയൊക്കെ ശക്തമായി രംഗത്ത് വരികയും അവിടുത്തെ യുവാക്കളുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കുകയും ഇദ്ദേഹം നല്ലൊരു റാപ്പറും കൂടെ ആണെന്നാണ് അറിയപ്പെടുന്നത്. എന്താണെങ്കിലും ഒരുപാട് അഭിമാനിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. ഇന്ത്യൻ വംശകനായിട്ടുള്ള ഒരാൾ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത് തന്നെ അത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത. പക്ഷേ ട്രംപിനും ട്രംപിൻ്റെ അനുയായികൾക്കും അത് എട്ടിൻ്റെ ഒരു പണി തന്നെയാണ്. കാരണം അദ്ദേഹം ജയിച്ചതോടുകൂടി ട്രംപ് എന്ന് പറയുന്നവൻ്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ വേട്ടാവളിയന്മാർക്കും ഈ സംഘി ഓളികൾക്കും ക്രിസ്സംഗി കാസ കൂസന്മാർക്കൊക്കെ വല്ലാത്ത ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൊറിച്ചിൽ. സമൂഹ മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മംദാനിയെ കുറിച്ചിട്ടുള്ള വാർത്തയല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന 2 വീഡിയോകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ 2 വീഡിയോ ഒന്ന് കാണാം, കാണാതെ പോരുത്. ഓക്കെ. അയ്യോ, അങ്ങനെ അമേരിക്കയും ജിഹാദ് തൂക്കി. കരയുവാൻ ഞങ്ങളീ കണ്ണുനീരില്ല, കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. അങ്ങനെയല്ല, അവിടെ മൊത്തം ഒരു ജിഹാദി മയം. ജൂറിയും ജിഹാദി കൊണ്ടുപോയി, ഇപ്പതേ ന്യൂയോർക്കും ജിഹാദി കൊണ്ടുപോയി. കരയല്ലേ മോളെ, വെള്ളം കുടി. എവിടാടാ ഇതിന്റെ അടപ്പ, എവിടാടാ മോളെ? വെള്ളം കുടിയടി. ഓ, തുറയുന്നുമില്ല, ഉണ്ടായിരുന്നു. നീ വെള്ളം കുടിക്കാതെ ആകും മോളെ. അങ്ങനെയൊക്കെ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, ജീവിതമല്ലേ. അങ്ങനെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. തരണം ചെയ്യുക. 2 ചെറുപഴം കഴിയും, വേഗം എല്ലാം സെറ്റാവും, എല്ലാം സെറ്റാവും. കരയല്ലേ പൊന്നെ, കരയല്ലേ പൊന്നെ. ഇത് തുറയാത്തോണ്ടാ വെള്ളം തരാത്ത. കരയല്ലേ പൊന്നെ, ഒക്കെ സെറ്റാവും കേട്ടാ. സമാധാനത്തിന് എല്ലാ വിഷമങ്ങളും ദൈവം മാറ്റിത്തരട്ടെ. ഈ ഒരുപാട് സഹിക്കാനുള്ളതാ. ഓക്കെ, പോട്ടെ, ശരി. എന്നേ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും. തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്ത പ്രതി പിടിയിൽ. പ്രിൻസി വില്ലയിൽ 61 വയസ്സുള്ള മാർട്ടിൻ തങ്കച്ചനെയാണ് തുമ്പ പോലീസ് പിടികൂടിയത്. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കയ്യിൽ, ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ നിൽക്കാം. നമസ്കാരം. ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ട്രംപിന്റെ അടുത്ത ഊഴം വരെ നിശ്ചയിക്കാൻ സാധ്യതയുള്ള ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിന്റെ അധിപനായി 34 വയസ്സ് മാത്രം പ്രായമുള്ള സോഷ്യലിസ്റ്റായ ഒരു ചെറുപ്പക്കാരൻ, കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരുന്ന ചെറുപ്പക്കാരൻ, അയാൾ അധികാരത്തിലേറിയിരിക്കുന്നു. അയാളുടെ പേര് സൊഹ്റാൻ മമദാനി എന്നാണ്. സാധിച്ചെടുക്കുന്നത് വരെ എല്ലാം നമുക്ക് അസാധ്യമാണെന്ന് തോന്നും. ന്യൂയോർക്ക് മേയർ നോമിനിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകളാണ് സൊഹ്റാൻ മമദാനി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടത്. സൊഹ്റാന് യുവാക്കളെ ആകർഷിക്കാൻ വലിയ രീതിയിൽ കഴിഞ്ഞിരുന്നു. കാരണം അയാൾ തകർപ്പനൊരു റാപ്പർ കൂടിയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഫെഡറൽ ഏജൻസികൾ അമേരിക്കയിലെ വൻ നഗരങ്ങളിൽ വലിയ റെയ്ഡുകളും അറസ്റ്റും ഒക്കെ നടത്തിയത്. ലോസ് ആഞ്ചൽസിലും ന്യൂയോർക്കും പോലെയുള്ള നഗരങ്ങളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ആളിക്കത്തി. സർക്കാരിന്റെ നടപടിക്കെതിരെ നിലകൊണ്ട തൊഴിലാളികളും നേതാക്കളും ജനപ്രതിനിധികളും വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ന്യൂയോർക്കില് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വമായിരുന്ന 33 വയസ്സുകാരനായിരുന്ന ഒരു ജനപ്രതിനിധി ഈ നടപടികളെ ഫാസിസം എന്നാണ് വിശേഷിപ്പിച്ചത്.
പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്ന് പറയാൻ മടിക്കാത്ത, ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച, കോർപ്പറേറ്റുകൾ ന്യൂയോർക്കിലെ സാധാരണക്കാരന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണെന്ന് വിമർശിച്ച ഒരു ഇടത് സോഷ്യലിസ്റ്റുകാരനായ മമദാനി. അദ്ദേഹം എതിരാളിയേക്കാൾ ഏതാണ്ട് 50% വോട്ട് അധികം നേടിയാണ് വിജയിച്ചു കയറിയത്. ഇതൊരു ചരിത്രമാണ്, ചരിത്രപരമായ നേട്ടമാണ്. ഒരു കുടിയേറ്റക്കാരൻ, ഒരു ഇന്ത്യൻ വംശജൻ, ആഫ്രിക്കയിൽ വേരുകളുള്ള ഇന്ത്യൻ വംശജൻ, ഒരു ഇസ്ലാം വിഭാഗക്കാരൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ലോക രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരാൻ സമയമെടുക്കും, പക്ഷേ ലോകമാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയായി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ട്രംപ് അരയും തലയും മുറുക്കിയായിരുന്നു ന്യൂയോർക്കിൽ ഇറങ്ങിയിരുന്നത്. കാരണം ന്യൂയോർക്ക് അത്ര പ്രധാനപ്പെട്ട നഗരമാണ്. മമദാനിയുടെ വിജയം പ്രവചനങ്ങൾ വന്നപ്പോൾ തന്നെ ട്രംപ് ഭീഷണിയുടെ സ്വരമായിട്ട് രംഗത്തെത്തിയിരുന്നു. മമദാനിയെ വിജയിപ്പിച്ച ന്യൂയോർക്കിലുള്ള ഫെഡറൽ വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ വിഹിതം കുറച്ചാൽ ന്യൂയോർക്കിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങും എന്നായിരുന്നു മമദാനിയുടെ മറുപടി. ഒരു കമ്മ്യൂണിസ്റ്റിനെ വിജയിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെ എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിനെയൊന്നും ഒട്ടും വകവെക്കാതെ മമദാനിയുടെ മറുപടി വന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഔദാര്യമല്ല, അവകാശമാണ് എന്നായിരുന്നു. ഇവിടെ പോരാട്ടം 2 ആശയങ്ങൾ തമ്മിലായിരുന്നു. ഒരു ഭാഗത്ത് വലതുപക്ഷം ദേശീയത ഉയർത്തി ട്രംപിന്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ട്രംപിന്റെ മുതലാളിത്ത ആശയങ്ങൾക്ക് എതിർ നിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കാനും അവരുടെ പാർപ്പിടം ഉറപ്പാക്കാനും സാധാരണക്കാർക്ക് മിനിമം കൂലി ഉറപ്പാക്കാനും അതിസമ്പന്നർക്ക് അധിക നികുതി ഏർപ്പെടുത്താനും തുടങ്ങി പലസ്തീൻ വിഷയത്തിലടക്കം ട്രംപിന്റെ നയങ്ങൾക്ക് അടിമുടി വിരുദ്ധനായ ഒരു 34 വയസ്സുകാരനായ സോഷ്യലിസ്റ്റായ മമദാനി. നോക്കൂ, ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ നഗരമായ ന്യൂയോർക്കിൽ സാധാരണക്കാരുടെ വക്താവായി മമദാനി വരുമ്പോൾ ഇതൊരു സൂചനയാണ്. ലോകവും അമേരിക്കയും മാറും എന്നതിന്റെ ചെറിയ സൂചനയാണ്. ആഗോള ഫൈനാൻസ് മൂലധനത്തിന്റെ ആസ്ഥാന നഗരമായ ന്യൂയോർക്കിൽ വംശവെറിയനായ ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മമദാനി എന്ന സോഷ്യലിസ്റ്റ് വിജയിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രധാന നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ഇടതുപക്ഷക്കാരനായ സയനിസ്റ്റ് വിരുദ്ധനായ കടുത്ത വംശീയ ഫാസിസ്റ്റ് വിരോധിയായ സൊഹ്റാൻ മമദാനി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇത് വംശീയതക്കെതിരെ നടത്തിയ മറ്റൊരു വിധിയെഴുത്ത് കൂടിയാണെന്ന് തെളിയിക്കുകയാണ്. ഇതാണ് സൊഹ്റാൻ മംദാനി. ഇഷ്ടത്തിനുള്ള ഒരു കാറ്റ് അമേരിക്കയിൽ വീശി തുടങ്ങിയെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇപ്പം ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ അവിടെ വിജയിപ്പിച്ചത്. ഇവിടെ കിടന്ന് കരഞ്ഞ് തൂറി മെഴുകുന്ന ചില സംഖ്യകളും ഓളികളും കൂസന്മാരൊക്കെ മനസ്സിലാക്കുക, അവിടെ ഭൂരിപക്ഷം വരുന്നതും ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഈ മുസ്ലിം യുവാവായിട്ടുള്ള മംദാനിയെ വിജയിപ്പിച്ചതെന്ന് നിങ്ങൾ ഓർക്കുക. ഇത് കണ്ട് കുരുപൊട്ടി ഒലിക്കുന്നവരും നിലവിളിക്കുന്നവരും നെഞ്ചത്തടുത്ത് കരയുന്നവരെയൊക്കെ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുരയ്ക്കുന്നവരും കരയുന്നവരും ചൊറിച്ചിലുള്ളവരും ഒക്കെ അവിടെ അങ്ങിരുന്ന് മാന്തിക്കൊള്ളുക. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും വരാമെന്ന്. ജാതിക്കും മതത്തിനൊക്കെ അതീതമായി ചിന്തിച്ച് വരുന്ന ഒരു ജനവിഭാഗം അല്ലെങ്കിൽ യുവാക്കൾക്ക് നമ്മുടെ രാജ്യം അവസരം കൊടുക്കണം. എങ്കിൽ മാത്രമേ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നമുക്കും തലയുയർത്തി നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സംഘികളെയും കൂസന്മാരെയും നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നമ്മുടെ ഉസ്താദ് കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങൾ കേട്ടല്ലോ അല്ലേ? നമ്മുടെ ചേച്ചി നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊന്നും അങ്ങോട്ട് സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.